അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ നേരിട്ടേക്കാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഇതെല്ലാം സംയമനത്തോടുകൂടി വീക്ഷിക്കുന്നതിനോടൊപ്പം നിങ്ങളെ മുതലെടുക്കുന്നവർക്ക് തക്കതായ മറുപടി കൊടുക്കുകയും വേണം. ഇന്നത്തെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ഗുണപാഠം ഇതാണ്. എതിരാളികൾക്ക് വേണ്ട രീതിയിൽ പ്രതികരിക്കുകയും എല്ലാ സാഹചര്യങ്ങളെയും വളരെ പക്വതയോടുകൂടിയും ആത്മസംയമനത്തോടും കൂടി നേരിടുക. ഏരിസ് റൊമാൻസ്. ഊഷ്മതയുള്ളതും വശീകരണതയുള്ളതുമായി ഒരു വ്യക്തിയെ ഇന്ന് കണ്ടുമുട്ടുകയും അവരുമായി അനുരാഗപൂർണമായ ഒരു ബന്ധം വളരുവാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നു. അവിചാരിതമായ ഈ കൂടിക്കാഴ്ച വളരെ രസകരമായ ഒരു അനുഭവമാകും. ഒരുപക്ഷെ വളരെ അനുരാഗപൂർണവും. ഒറ്റയ്ക്കിരിക്കുന്നവർ അവരുടെ അനുരാഗ ജീവിതത്തെക്കുറിച്ച് വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണമെന്ന്. ഇന്ന് ഏറ്റവും നല്ലത് കാണുവാനും തൊടുവാനും ശ്രമിക്കുക. ഏരിസ് കരിയർ. നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിനായി അവന്റെയോ അവളുടെയോ നൈപുണ്യം പങ്കുവയ്ക്കുന്ന ഒരു വിദഗ്ധനുമായി കണ്ടുമുട്ടാൻ ഇന്ന് സാധ്യതകളുണ്ട്. തൊഴിൽപരമായ വിജയം നേടുന്ന പാതയിൽ അവനോ അവളോ അവരുടെ പരിചയസമ്പത്ത് പങ്കുവയ്ക്കുന്നതിന്റെ സൂചനകളുണ്ട്. അവയിൽ നിന്ന് പഠിക്കാനും നേട്ടമുണ്ടാക്കാനുമുള്ള അവസരം കളയാതിരിക്കാനുള്ള നിങ്ങളുടെ താല്പര്യമാണിത്. ഏരിസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ വീട് മാറുവാനുള്ള സാധ്യത കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ പഴയ വീട് മാറി പുതിയതൊന്നിലേക്ക് മാറും, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു വീട്ടിലേക്ക്. ലക്ഷണങ്ങൾ വെച്ച് ഇത് അനുകൂലമായ ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ആസ്വദിക്കും. മാറ്റത്തെ സ്വാഗതം ചെയ്യുക. പുതിയ ചുറ്റുപാടുകളിലുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. ഏരിസ് ഹെൽത്ത്. കാഴ്ചയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നിങ്ങൾ ഈയിടെയായി അത് അവഗണിക്കുകയായിരുന്നു. വ്യക്തമല്ലാത്ത കാഴ്ചയും തലയ്ക്കു മന്ദതയുമായി പൊരുത്തപ്പെടുവാൻ നിങ്ങൾ നിങ്ങളെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു കണ്ണ് ഡോക്ടറെ സന്ദർശിച്ച് പ്രശ്നത്തിന് പരിഹാരം ആരായുക. നിങ്ങൾ അറിയാതെ തന്നെ പ്രശ്നം മെല്ലെ മെല്ലെ മോശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇന്ന് ഇതുമായുള്ള നേർവഴി കാണുമെന്ന് ഉറപ്പുവരുത്തുക. ടോറസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് സമാധാനപരമായ മനസ്സുണ്ടാകില്ല. സമ്മർദ്ദമില്ലാത്ത ഒരവസ്ഥ എന്നത് വിനോദമോ വായനയോ പൂന്തോട്ടം നിർമ്മാണമോ ആണ്. ഒരു ദിവസം കൂട്ടുകാരുമൊത്തോ വീട്ടുകാരുമൊത്തോ പുറത്തു പോകുന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഇതൊന്നും നിന്റെ അഭിപ്രായമായിരിക്കയില്ല. ടോറസ് റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ചിലവഴിക്കുവാൻ ധാരാളം സമയം ലഭിക്കുന്നതിനാൽ ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കും. ഈ അവസരം നിങ്ങളുടെ അനുരാഗ ഓർമ്മകളെ ഉണർത്തുമെന്ന് മാത്രമല്ല, പരസ്പര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. കാരണം പരസ്പരം മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുമെന്ന് തന്നെ. പൊതുവായി പറഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയെ നല്ലവണ്ണം മനസ്സിലാക്കുവാനുള്ള അവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ടോറസ് കരിയർ. നിങ്ങളുമായി അടുപ്പമുള്ള ഒരാളുമായി നിങ്ങൾ എതിരിടാനുള്ള സാധ്യത ഉണ്ടാകും. ആത്മസംയമനവും സമചിത്തതയും പാലിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മാനസിക നില നഷ്ടപ്പെടുകയാണെങ്കിൽ ശാന്തനായിരിക്കാൻ ശ്രമിക്കുക. അത് എന്തെങ്കിലും നേടാൻ സഹായിക്കും. കഴിയുമെങ്കിൽ ഇത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുകയോ ഈ സാഹചര്യം എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനോ ശ്രമിക്കുക. ടോറസ് ഫൈനാൻസ്. നഷ്ടങ്ങളെക്കുറിച്ചും പണക്കുറവിനെക്കുറിച്ചും നിങ്ങൾ ഇന്ന് ജാഗരൂകരായിരിക്കണം. നിങ്ങൾ ധാരാളം അധ്വാനിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കായികയെന്ന വിഷമവൃത്തത്തിലാണ് നിങ്ങൾ. വലിയ തുകകൾ ഇന്ന് നിങ്ങളുടെ കൈവശം വരുന്നില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ വലിയ തുകകൾ ഇന്ന് കൈമാറ്റം ചെയ്യാതിരിക്കുക. അശ്രദ്ധ ഇന്ന് നിങ്ങളെ കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടിലെത്തിക്കും. ടോറസ് ഹെൽത്ത്. നിങ്ങൾക്ക് അലർജി വരാറുണ്ടെങ്കിൽ അതിനായുള്ള മരുന്നുകൾ കൈവശം വയ്ക്കുക. സൈനസിന്റെയും തലവേദനയുടെയും ശല്യം നിങ്ങളെ അലട്ടും. അതുകൊണ്ട് തന്നെ ഓഫീസിൽ അമിതമായി ജോലി ചെയ്യാതിരിക്കുക. ആവശ്യത്തിന് വിശ്രമിക്കുക. നിങ്ങൾക്ക് വീണ്ടും സ്വാസ്ഥ്യം ലഭിക്കും. ജെമിനി ഓവർവ്യൂ. വിദ്യാർത്ഥികൾ ഇന്ന് പഠനകാര്യങ്ങളിൽ നിന്ന് അല്പം വിട്ടുനിന്നാലും സാമൂഹ്യ ജീവിതത്തിലും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്താൻ ഇത് ഉപകരിക്കും. ജെമിനി റൊമാൻസ്. ഇന്ന് വളരെയധികം പിന്തുണ നൽകുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, സൂക്ഷ്മബോധമുള്ള പെട്ടെന്ന് ഒരു അനുരാഗ പങ്കാളിയാകുവാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഒരു സുഹൃത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളെയും തുറന്നു കാണിക്കുവാനുള്ള ഈ സുവർണ അവസരം പാഴാക്കരുത്. ഒരടുത്ത ബന്ധം തുടങ്ങുന്നതിന് വേണ്ട നീക്കങ്ങൾ ധൈര്യപൂർവ്വം നടത്തുക. ഇതെവിടേക്ക് നയിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ജെമിനി കരിയർ.
കയറ്റുമതി മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഈയിടെ നല്ല ദിവസങ്ങളാണ്. ദൂരെയുള്ള പങ്കാളികളുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരും വിജയിക്കുന്നു. നിങ്ങളുടെ ബിസിനസിന്റെ നല്ല വശങ്ങളെല്ലാം അന്താരാഷ്ട്ര വിപണിയിൽ കൊണ്ടുവരിക വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് തൊഴിലിൽ നേട്ടമുണ്ടാകുന്നതിന്റെ സൂചനയാണ്. നിങ്ങളുടെ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട ഈ ഫലസിദ്ധി ആസ്വദിക്കുക. ജെമിനി. ഫൈനാൻസ്. വിദേശങ്ങളിൽ നിന്നും പല ഗുണങ്ങളും ലഭിക്കുവാൻ സാധ്യതയുള്ള ദിനമാണിന്ന്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന പണം ബുദ്ധിമുട്ടുകൾ കൂടാതെ കൈവശം വന്നു ചേരും. നിങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്നും ചില സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള നല്ല വാർത്ത ഇന്ന് വരും. ശുഭാപ്തി വിശ്വാസമുള്ള മാനസിക സ്ഥിതി ഉണ്ടാവണം. ഗ്രഹസ്ഥിതി മെച്ചപ്പെടും. ജെമിനി. ഹെൽത്ത്. ഒരു സസ്യബുക്കാവുന്ന കാര്യം നിങ്ങൾ ഗൗരവമായി പരിഗണിക്കും. പഴഞ്ചൊല്ലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആരോഗ്യമാണ് ധനം. മാംസാഹാരത്തിൽ നിന്നും മാറിപ്പോകുന്നതാണ് ആരോഗ്യമെങ്കിൽ അങ്ങനെയാകുക. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അത്തരത്തിൽ തീരുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആരോഗ്യകരവും ലളിതവുമായ ഭക്ഷണം നിങ്ങളുടെ ജീവിതത്തെ നല്ലതിനായി വഴിതിരിക്കും. ക്യാൻസർ. ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ കുടുംബത്തിലെ ബന്ധങ്ങളും അതിലെ ചെറിയ തോതിലുള്ള പ്രയാസങ്ങളും ചെറിയ വിമുഖതകളും കാണാൻ സാധിക്കും. ഈ തരത്തിലുള്ള വിമുഖതകൾ വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ ഇന്ന് തെളിവാകും. നിങ്ങളുടെ ഭാവം ശരിയാകുന്നതുവരെ സ്നേഹിതരെ സൂക്ഷിക്കുക. ഇന്ന് നിങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കുക. ക്യാൻസർ. റൊമാൻസ്. ഇന്ന് നിങ്ങൾ സമാജത്തിലെ ഒരു ഒത്തുചേരലിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. കാരണം ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആദർശ പങ്കാളിയെ കണ്ടെത്തും. ഈ വ്യക്തിയുമായുള്ള ബന്ധം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളിലും താഴ്ചകളിലും എന്നും ഈ വ്യക്തി നിങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അനുരാഗത്തിനായി സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ താല്പര്യത്തിന് നല്ലതാണ്. നിങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം ഫലം തരും. ക്യാൻസർ. കരിയർ. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇന്ന് നിയമത്തിന്റെ നൂലാമാലകളിൽ ചെന്നുപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് എതിരായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കൂടാതെ ഇതുമൂലം ഇന്ന് സാമ്പത്തിക നഷ്ടമുണ്ടാകും. പ്രവൃത്തിക്കനുസരിച്ച് കൂലി എന്ന പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് നല്ല ദിനമായിരിക്കും. കാരണം നിങ്ങൾക്കിന്ന് നിങ്ങളുടെ മാനേജ്മെന്റ് അവിചാരിതമായ ഒരു ബോണസ് നൽകുവാൻ സാധ്യതയുണ്ട്. ക്യാൻസർ. ഫൈനാൻസ്. എന്തെങ്കിലും ലൗകിക സുഖം നൽകുന്ന ആഡംബര വസ്തുവിനായി ഇന്ന് നിങ്ങൾ കാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ വ്യാപാര സമുച്ചയങ്ങളിലോ ചുറ്റിത്തിരിയുന്നത് കാണാം. സാമ്പത്തിക ലൗകിക മെച്ചങ്ങൾ ഇന്ന് വളരെ ഉയർന്നതാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വളരെ വില കൂടിയതെന്തെങ്കിലും നിങ്ങൾ സ്വന്തമാക്കിയേക്കാം. ഭൂമി അല്ലെങ്കിൽ വസ്തു പോലെ എന്തെങ്കിലും രണ്ടായാലും വരും ദിനങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇന്നലകളതിനേക്കാൾ ഏറെ വളരെ മെച്ചമുള്ളതായിരിക്കും. ക്യാൻസർ. ഹെൽത്ത്. അമിതമായി ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ഊർജം ഊറ്റിക്കുടിക്കും. അതിനു പകരം നിങ്ങൾ ആ ഊർജം സൂക്ഷിച്ചു വെക്കണം. ആവശ്യമുള്ളപ്പോൾ ശുഭകാര്യങ്ങൾക്കായി ഉപയോഗിക്കണം. അല്ലെങ്കിൽ ദീർഘകാലം ഇങ്ങനെ ഇരുന്നാൽ അതൊരു പക്ഷേ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. കഴിവതും ഇന്നിൽ ജീവിക്കുക. നല്ലതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എങ്കിൽ നല്ല ഗുണങ്ങൾ ലഭിക്കും. ലിയോ. ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മൊത്തത്തിൽ ചെറിയ ഒരളവ് പതറിയതായി തോന്നാം. നിങ്ങളുടെ ഈ നീണ്ട യാത്രയ്ക്കിടയിൽ ചെറിയ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വരിഞ്ഞു താഴെയിടുന്നു. ലിയോ. റൊമാൻസ്. അടുത്തിടെയുണ്ടായ ചില അസൗകര്യപ്രദമായ മാനസിക പിരിമുറുക്കം കുറയുന്നതോടെ വീണ്ടും അനുരാഗം വളരുന്നതായി ഇന്ന് കാണുന്നു. സമയമെടുത്ത് കാര്യങ്ങൾ പങ്കാളിയുമായി ചർച്ച ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവർക്ക് വ്യക്തമാക്കി അനാവശ്യ ആശയപ്പൊരുത്തമില്ലായ്മ ഒഴിവാക്കുക. ദിനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം തുറന്നു തന്നെ സംസാരിക്കുക. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇന്ന് മെത്തയിലേക്ക് പോകരുത്. എല്ലാം വ്യക്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയും നിങ്ങളെ മനസ്സിലാക്കുന്നുവെന്ന് കാണാം. ലിയോ. കരിയർ. ഇന്ന് ജോലി സംബന്ധമായി നിങ്ങൾ ഒരു യാത്ര തിരിക്കും. തികച്ചും ചെറിയ ഒരു യാത്ര. ഒരു പക്ഷേ ഇത് ഒരു മറ്റ് സ്റ്റാഫുമായി ഒത്തുചേരാൻ മാത്രമാകാം. നിങ്ങളത് ആസ്വദിക്കും. അതുകൂടാതെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ ചിലരെ അടുത്തറിയുവാൻ ഇതൊരു നല്ല മാർഗവുമാകാം. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല പെരുമാറ്റം പുറത്തെടുക്കുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ലിയോ. ഫൈനാൻസ്. ഒരു പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരുമെന്ന് കാണുന്നു. അതും അഭിമാനകരമായ ഒരു വസ്തു. ഇതുമൂലം നിങ്ങളുടെ സാമ്പത്തിക ആസ്തി വർദ്ധിക്കും. പണം ബുദ്ധിപൂർവം നിക്ഷേപിക്കുക. പെട്ടെന്ന് ധനവാനാകാനുള്ള പദ്ധതികളിൽ ആകൃഷ്ടരാകാതിരിക്കുക. ഇന്ന് ലഭിക്കുന്ന സ്വത്ത്
കാര്യഗൗരവമില്ലാതെ പ്രവർത്തിച്ച് ചിലവാക്കരുത്. Leo, ഹെൽത്ത്. നിങ്ങൾക്കാവശ്യമായ മാനസികവും വൈകാരികവുമായ ശാന്തത ലഭിക്കും. ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഭക്തിമാർഗം ഉപയോഗിച്ച് ഈ മാനസികവും വൈകാരികവുമായ ശാന്തത ദീർഘനാളത്തേക്ക് നിലനിർത്തുവാൻ ശ്രമിക്കുക. Virgo, ഓവർവ്യൂ. ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെ പരിചയപ്പെടണം. നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഉറച്ച കാൽവപ്പോടെ മുന്നോട്ടു പോകുക. അങ്ങനെ അവരിൽ മതിപ്പുണ്ടാക്കണം. ആ പരിചയപ്പെടൽ നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊരു മേഖലയെ സഹായകമാകും. നിനക്ക് കൈവന്നിട്ടുള്ള ആദ്യത്തെ ബിസിനസ് കാർഡുകൾ തന്നെ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ശരിയായ രീതിയിൽ നീ മുന്നോട്ടു പോകും. Virgo, റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ പങ്കാളി പട്ടണത്തിൽ നിന്നും പുറത്ത് അനുരാഗപൂർണമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ എളുപ്പം തയ്യാറാക്കും. നിങ്ങൾക്ക് ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി എല്ലാറ്റിലും നിന്നും കുറച്ചു നേരത്തേക്ക് ഒന്ന് ഒഴിഞ്ഞു നിൽക്കാമെന്ന് തോന്നും. അല്ലെങ്കിൽ ചരിത്രപ്രധാനമായ ഒരിടത്തേക്ക് പോയി അവിടുത്തെ അവശിഷ്ടങ്ങൾ ഇരുവരും ഒന്നിച്ച് ഒന്ന് പരിശോധിക്കാമെന്ന്. നിങ്ങൾക്കിരുവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം രണ്ടുപേർക്കും കൂടി തിരഞ്ഞെടുക്കുവാനായാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏകാന്തതയും വിശ്രമതയും ലഭിക്കും. നിങ്ങളുടെ ബന്ധത്തിലെ വൈകാരികവും അനുരാഗവുമായ തലങ്ങൾ വെളിവാക്കപ്പെടുകയും ചെയ്യും. Virgo, കരിയർ. ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് സ്ഥാനക്കയറ്റം ലഭിക്കുവാനും കൂടുതൽ ചുമതലകൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. അവിചാരിതമായി ഉണ്ടാകുന്ന ഈ മാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളരെയധികം വർദ്ധിപ്പിക്കും. കാരണം ഈ അംഗീകാരം വളരെ മുൻപ് തന്നെ നിങ്ങളെ തേടി എത്തേണ്ടതായിരുന്നു. നിങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഈ ശുഭവാർത്ത സഹായകമാകട്ടെ. Virgo, ഫൈനാൻസ്. ഈയിടെയായി പണത്തിന്റെ ചിലവ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം വരുന്നതിന് മുമ്പേ അത് ചിലവാകുന്നുവെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ ചിലവുകളും വാങ്ങലുകളും ചുരുക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കവ ഒഴിവാക്കുവാൻ ആയേക്കില്ല, എങ്കിലും ചുരുക്കാനാകും. ഇന്ന് അത്യാവശ്യങ്ങൾക്ക് മാത്രം ചിലവാക്കുക. ആർഭാടങ്ങൾ ഒഴിവാക്കുക. അത്യാവശ്യങ്ങൾ തന്നെ ധാരാളമുണ്ട് താനും. Virgo, ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങൾ നിങ്ങളുടെ സാമൂഹ്യ ജീവിതവുമായി ഇണക്കുവാനാകുമെന്ന് നിങ്ങൾ കണ്ടെത്തുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ആരോഗ്യമെന്ന ശരിയായ ദിശയിൽ നീങ്ങും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടെ ഒരു നടത്തത്തിന്റെ അല്ലെങ്കിൽ ഓട്ടത്തിന്റെ ക്ലബ്ബ് തുടങ്ങുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. തടി കൂടിക്കുന്ന ലഘുഭക്ഷണങ്ങളുടെ സ്ഥാനത്തേക്ക് ആരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ പാചകക്കുറിപ്പടികൾ കയറി വരട്ടെ. അവ കൈമാറുക. ജിമ്മിൽ റാക്കറ്റ് ബോളിനായി ഒരു കൂട്ടുകാരനെ കണ്ടെത്തുക. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ വ്യായാമം സന്തോഷകരമാക്കും. കൂടാതെ നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരോട് കൂടുതൽ അടുപ്പിക്കും. Libra, ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിവാദത്തിൽ പെട്ടിരിക്കുന്നുവെങ്കിൽ എത്ര ചെറിയ വിവാദമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അത്ര നിസ്സാരമായി തോന്നാം. നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ വിചാരിക്കാത്ത ആ തർക്കത്തെ എങ്ങനെയും മാറ്റിയെടുക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. Libra, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിനം വിജയമായിരിക്കും. അങ്ങനെ സ്നേഹത്തിനെ നിങ്ങളുടെ ബന്ധത്തിന്റെ നട്ടെല്ലാക്കി വളർത്തുവാനുള്ള നിങ്ങളുടെ പ്രയത്നവും സാഫല്യമാകും. എന്നിരുന്നാലും ഈ ശുഭാവസ്ഥ നിലനിർത്തുവാനും വിജയിപ്പിക്കുവാനും ഇരുകൂട്ടരുടെയും സംയുക്ത പ്രവർത്തനങ്ങൾ വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ട പിന്തുണ നൽകുവാനും എന്ത് ചർച്ചകളാണെങ്കിലും തുറന്ന മനസ്സോടെ ചെയ്യുവാനും മറക്കരുത്. Libra, കരിയർ. നിങ്ങളുടെ ഹോബിയും ജോലിയും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകണമെന്നതായിരിക്കും ഇന്ന് നിങ്ങളുടെ ചിന്ത. നിങ്ങളുടെ വ്യക്തി താൽപര്യത്തിന്റെ ഒരു തുടർച്ച എന്ന വണ്ണം ഈയിടെയായി നിങ്ങൾ ക്രിയാത്മകതയുള്ള പല ആശയങ്ങളും കൊണ്ടുവരുന്നു. ഇതിന്റെയെല്ലാം കച്ചവട സാധ്യത അറിയണമെന്ന ഒരാഗ്രഹം ഇപ്പോൾ നിങ്ങളിലുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഉദ്യാന നിർമ്മാണവുമായാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ഇത് പ്രത്യേകിച്ചും ബാധകമാണ്. ഇതിൽ ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുക. എന്നാൽ ആദ്യപടി ഇന്ന് തന്നെയാകട്ടെ. Libra, ഫൈനാൻസ്. വ്യാപാര രംഗത്ത് എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ വഞ്ചിതനാകാതിരിക്കുവാൻ ജാഗരൂകനായിരിക്കുക. നിങ്ങളുടെ കൂട്ടാളികൾ അർഹിക്കുന്നതിലും കൂടുതൽ ലാഭമെടുക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക രംഗത്ത് ഇതൊരു നല്ല ദിവസം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനം കൂടുതൽ മെച്ചമുള്ളതാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനമെടുക്കുവാനുള്ള കഴിവിനെ മൂർച്ചയോടുകൂടി തന്നെ വെക്കണം. Libra, ഹെൽത്ത്. പല്ലുവേദനയാകാം, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ ഒരു തടിപ്പ്. അതുമൂലം ഉണ്ടാകുന്ന അസഹ്യതയും വേദനയും സത്യത്തിൽ ശരിയായ അസുഖവുമായി താരതമ്യം ചെയ്യുവാനാകാത്തതാണ്. ഈ വേദനയ്ക്ക് വേണ്ട ചികിത്സ ഇന്ന് തന്നെ തുടങ്ങുക. അത് എളുപ്പം അപ്രത്യക്ഷമാകും. പല്ലിൽ ദീർഘിച്ചു നിൽക്കുന്ന വേദനയുണ്ടെങ്കിൽ ഒരു പല്ല് ഡോക്ടറെ കാണുക. Scorpio, ഓവർവ്യൂ.
നിങ്ങളുടെ തല ചെറിയ തോതിൽ വേദനിക്കുന്നതായും നിങ്ങളുടെ ശ്രദ്ധ വിവിധ ദിശയിലേക്ക് പോകുന്നതായും തോന്നിയേക്കാം. കഴിയുന്നത്ര നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സംയമനത്തോടെ പാലിക്കുക. സ്നേഹത്തോടെ നിങ്ങളുടെ കമ്പനിയിലെ സ്നേഹിതരുമായി പെരുമാറുകയും അതിലൂടെ സംയമനം പാലിച്ച കാര്യങ്ങൾ നേരായ വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. സ്കോർപിയോ. റൊമാൻസ്. നിങ്ങൾക്കും പങ്കാളിക്കും ഒരുമിച്ചുള്ള ഹോബികൾ ഇന്ന് പരസ്പര കൂട്ടുകെട്ട് ആസ്വദിക്കാൻ കാരണമുണ്ടാക്കും. ഒന്നിച്ച് പ്രവൃത്തികൾ ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കും. നിങ്ങളുടെ ശരിയായ വികാരങ്ങൾ തുറന്നു പറയുവാനും നിങ്ങളുടെ പങ്കാളിക്ക് അവരെ നിങ്ങൾ തഴയുന്നുവെന്ന തോന്നൽ ഉണ്ടാകാതിരിക്കുവാനും ഈ സമയം വിനിയോഗിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം ഒന്നു മാത്രം മതി നിങ്ങൾ ശരിയായ ദിശയിലാണോ എന്നറിയുവാൻ. സ്കോർപിയോ. കരിയർ. ഇന്ന് നിങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്ന് സമയോചിതമായ പിന്തുണ ലഭിക്കുന്നതിനാൽ ഇത് ജോലിയിലുള്ള പ്രശ്നങ്ങളെ തടയുന്നു. ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനായുള്ള നിങ്ങളുടെ താൽപര്യം സംഘടിതമായ പ്രവർത്തനം കാരണമാകുന്നു. നിങ്ങളുടെ ശക്തമായ അഭിവാഞ്ചയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും അസാധാരണവും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് എളുപ്പമുള്ളതാക്കി തീർക്കുന്നു. നിങ്ങളുടെ താൽപര്യം നടപ്പിലാക്കാൻ വളരെ വേഗത്തിലുള്ള തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. സ്കോർപിയോ. ഫൈനാൻസ്. പുതിയ ആശയങ്ങൾക്കുമേൽ ചാടി വീഴുക. അവ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ അവ സംഭവ്യമാണെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം. വ്യാപാര വിജയത്തിന്റെ അടിസ്ഥാന തത്വവും അതുതന്നെ. നിങ്ങളുടെ സാമ്പത്തിക രംഗത്തിന് സ്ഥായിയായ ഉയർച്ചയേ ഉണ്ടാകുകയുള്ളൂ. ഇടയ്ക്ക് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ചെറിയ മാറ്റങ്ങൾ കാര്യമാക്കേണ്ട. കാരണം നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ ഏത് സാമ്പത്തിക കൊടുങ്കാറ്റിനെയും അതിജീവിക്കുവാൻ പ്രാപ്തനാക്കും. സ്കോർപിയോ. ഹെൽത്ത്. ശാരീരിക സ്വാസ്ഥ്യം ശരീരത്തിന്റെ ആവശ്യങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിൽ നിങ്ങളെടുത്ത നടപടികൾ നല്ല ഗുണം കാണിക്കുന്നത് കാണുന്നതിൽ നിങ്ങൾ ഇന്ന് വിജയിക്കും. ഇതോടൊപ്പം മാനസികവും വൈകാരികവുമായ ഉറപ്പിനായി പ്രവർത്തിക്കുക. യോഗ ഒരു ശീലമാക്കുക. അത് രക്തചംക്രമണം, ശ്വാസോച്ഛ്വാസം, ദഹന വ്യവസ്ഥിതി എന്നിവയ്ക്ക് ഗുണം ചെയ്യും. അത് ഊർജം വർദ്ധിപ്പിക്കും. ഇതെല്ലാം കൂടുതൽ ആരോഗ്യത്തിലേക്ക് നയിക്കും. സജിറ്റേറിയസ്. ഓവർവ്യൂ. സ്കോളർഷിപ്പിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് നല്ല വാർത്ത കേൾക്കാൻ ഇടവരും. കൂടുതൽ ശ്രദ്ധയോടും ലക്ഷ്യം മുൻനിർത്തിയും പഠിക്കാൻ അത് ഉപകരിക്കും. വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ഫലമണിയും. സജിറ്റേറിയസ്. റൊമാൻസ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് പിന്തുണയുമായി എത്തുന്നു. നിങ്ങൾ അവരോട് പിന്തുണയ്ക്കായി കൂടെ അഭ്യർത്ഥിക്കുമ്പോഴും ഈ വിഷമം പിടിച്ച സമയത്തെ അവർ തരുന്ന പിന്തുണയ്ക്ക് നന്ദി ചൊല്ലുവാതിരിക്കാൻ മറക്കരുത്. ഈ സ്നേഹം നിറഞ്ഞ സ്വഭാവം അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ മടികൂടാതെ തിരിച്ചു നൽകുവാനും മറക്കരുത്. സജിറ്റേറിയസ്. കരിയർ. നിങ്ങളിപ്പോൾ ആത്മവിശ്വാസത്തിന്റെ മൂർത്തീഭാവമാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ജോലികളും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ സംതൃപ്തിക്കനുസരിച്ച് മുഴുവനാക്കുവാൻ നിങ്ങൾക്കാകും. നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക ചുമതലകളോടെ 100% നീതി പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്യുന്നു. സജിറ്റേറിയസ്. ഫൈനാൻസ്. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം വ്യക്തമായി കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിചാരിതമായി പണവും സമ്മാനങ്ങളും ലഭിക്കും. നിങ്ങൾ ചൂതാട്ടത്തിലോ ലോട്ടറികളിലോ ഉൾപ്പെടാറുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ദിനമായിരിക്കും എന്നുവെച്ച് നിങ്ങൾ ജോലിയൊന്നും ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. സജിറ്റേറിയസ്. ഹെൽത്ത്. ഈയിടെയായി അനാരോഗ്യകരമായ ഭക്ഷണശീലത്തിന് അടിമയായിരിക്കുന്നു നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനം ഒരു പുതിയ ശീലത്തിന് തുടക്കമിടുവാനുള്ളതാണ്. ദഹന സംബന്ധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം. കുറച്ച് വ്യായാമവും വേണം. 1 മണിക്കൂർ യോഗാഭ്യാസം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാപ്രിക്കോൺ. ഓവർവ്യൂ. നിങ്ങൾ തന്നെ ഈ സമയം വ്യത്യസ്ത ദിശയിലേക്ക് വലിക്കപ്പെടുന്നതായി അനുഭവപ്പെട്ടേക്കാം. ഈ വികാരം ജോലിയിൽ നിന്നോ വീട്ടിൽ നിന്നോ വന്നേക്കാം. ഇന്ന് നിങ്ങൾ ജോലിയിലും ഉത്തരവാദിത്തത്തിലും ശ്രദ്ധ കൂടുതൽ ചെലുത്തണം. അത് താഴോട്ട് പോകരുത്. എല്ലാം ഉടനെ തന്നെ ശരിയാകും. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിൽക്കുക. കാപ്രിക്കോൺ. റൊമാൻസ്. ഇന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി ഉള്ള സമയം മുഴുക്കെ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ചിലവഴിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. ദൈനംദിന ചര്യകളിൽ നിന്നും ഒന്ന് മാറി ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈവിങ്ങിന് അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഇത് ഒരു നിത്യ സംഭവമാക്കുവാനാകില്ലെങ്കിലും ഇന്നത്തേക്ക് ഒരു ഒഴിവ് കഴിവാകാം. എന്നിട്ട് ഒന്ന് വിശ്രമിച്ച് നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധത്തിന് കുറച്ചുകൂടി ദൃഢത വരുത്താം. ഒന്നിച്ചൊരു സായാഹ്നം ചിലവഴിക്കുക. കാപ്രിക്കോൺ. കരിയർ. സ്വകാര്യ മേഖല ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കും.
നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കപ്പെടാതെയുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഒരു പുതിയ ജോലിയും അതുവഴി സുരക്ഷിതത്വവും നിങ്ങളെ തേടിയെത്തും. ഈ ശുഭവികാസത്തിന്റെ മുഴുവൻ ഗുണങ്ങളും പ്രയോജനപ്പെടുത്തുക. Capricorn, ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മാത്രം വ്യാപൃതനാകും. കാരണം നിങ്ങളുടെ വ്യാപാരം അഭിവൃദ്ധിപ്പെടുകയാണ്. ഈ അധിക വരുമാനം മുഴുക്കെ ആഡംബരത്തിനായി ചിലവാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. വരാൻ സാധ്യതയുള്ള ചീത്ത ദിനങ്ങൾക്കായി എന്തെങ്കിലും കരുതി വെക്കുക. നിങ്ങളുടെ ഓഫീസിൽ ഈ വിജയവുമായി ഒത്തുപോകുവാൻ ബുദ്ധിമുട്ടുള്ള വസ്തുക്കൾ മാറ്റി പുതുക്കുവാനും ഈ സമയം ഉപയോഗിക്കുക. Capricorn, ഹെൽത്ത്. ഒരു വിഷാദ ഛായ ഇന്ന് നിങ്ങളെ വിഴുങ്ങും. ഈ വിഷാദത്തിൽ നിന്നും പുറത്തു കടക്കുവാനായി നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യുക. ഒരു പുസ്തകം വായിക്കാം, പഴയ ഒരു സുഹൃത്തുമായി സല്ലപിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നടക്കാം. Aquarius, ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ തപാൽപ്പെട്ടി നോക്കുക. കുറച്ച് നല്ല വാർത്തകൾ വന്നത് ചിലപ്പോൾ വിദേശത്തു നിന്നായിരിക്കാം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സർവകലാശാലയിലേക്കുള്ള സ്കോളർഷിപ്പോ അല്ലെങ്കിൽ അഡ്മിഷനോ ആയിരിക്കും. അത് ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യാനുള്ളതായിരിക്കുന്നതാണെങ്കിൽ ഇമെയിലും തപാലും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. എന്തെന്നാൽ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളായിരിക്കും. Aquarius, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയിലെ കരുത്തുറ്റ വ്യക്തിത്വം നിങ്ങളെ മാസ്മരപ്പെടുത്തിയിരിക്കുന്നു. ഇരുവരുടെയും കൂട്ട് പരസ്പരം ആസ്വദിക്കുവാനായി നിങ്ങൾ ഒറ്റപ്പെട്ട ശാന്തമായ ഒരു സ്ഥലത്തേക്ക് ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുക. അത് പരസ്പരം കൂടുതൽ അറിയുവാനും ഉപകാരപ്പെടും. ഇത് മുഷിപ്പിൽ നിന്നും നിങ്ങളുടെ ബന്ധത്തെ രക്ഷപ്പെടുത്തുവാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് നൽകുവാനും പുതിയ വിനോദയാത്രകൾ സംഘടിപ്പിക്കുവാൻ ഉപകരിക്കുകയും ചെയ്യും. Aquarius, കരിയർ. നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ ചില പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കും. അവ ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് പ്രയോജനം തരും. പുതിയ ആളുകളുമായി പരിചയപ്പെടുവാനും നിങ്ങളുടെ സഹപ്രവർത്തകരുമായി ആഴത്തിൽ സംസാരിക്കാനും തയ്യാറാവുക. നിങ്ങൾ ഒരു സുഹൃത്ത് ബന്ധം രൂപീകരിക്കും. അത് നിങ്ങൾക്ക് സഹായകമാകുന്ന ഒരു സഖ്യമായി മാറും. ഇന്ന് നിങ്ങൾ ആരെയും എളുതായോ എഴുതിത്തള്ളുകയോ ചെയ്യരുത്. ഭാവിയിൽ നിങ്ങൾക്ക് ആര് ആവശ്യമായി വരുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. Aquarius, ഫൈനാൻസ്. ഭാഗ്യം ഇന്ന് നിങ്ങളെ തേടിയെത്തും. സാമ്പത്തികമായി ഇന്ന് നിങ്ങൾ വീണ്ടും സ്വന്തം കാലിൽ നിൽക്കുമെന്ന് തോന്നൽ നിങ്ങളിലുണ്ടാകും. ഈയിടെയായി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നുവെന്നല്ല അതിനർത്ഥം. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ബാങ്ക് ബാലൻസ് ഇതുവരെയും നിങ്ങളെ കടാക്ഷിച്ചില്ല എന്നു മാത്രമാണ്. അവിചാരിതമായ ചിലവുകൾ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് വരവ് ചിലവുകളെക്കുറിച്ച് യാഥാർത്ഥ്യബോധമുണ്ടാകേണ്ടുന്ന ദിനമാണ്. വരും വരായികളെ അങ്ങനെ തന്നെ നേരിടേണ്ട ദിനവും. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. Aquarius, ഹെൽത്ത്. അടുത്തിടെ ഉണ്ടായിരുന്ന ക്ഷീണത്തിന്റെയും മാനസിക പിരിമുറുക്കത്തിന്റെയും അവസ്ഥയിൽ നിന്നും നിങ്ങൾ മുക്തി നേടുന്നു. ഇന്ന് ചെറിയ ചില വ്യായാമങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഊർജത്തിന്റെ നിലവാരമുയർത്തുക. സുഹൃത്തുക്കളുമായി ഒരു നീണ്ട നടത്തം തന്നെയാകട്ടെ, ഒപ്പം കുറച്ച് വ്യതസല്ലാപങ്ങളും ആകാം. Pisces, ഓവർവ്യൂ. നിങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന അക്കാദമികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള പറ്റിയ സമയമാണ് ഇന്ന്. നിങ്ങൾ മനസ്സിലാക്കും, അക്കാദമികവുമായ കാര്യങ്ങളിൽ ഉന്നമനത്തിനായി ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് ഫലം കാണും. മാനസിക വ്യക്തതയും പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള വ്യഗ്രതയും ഇന്ന് കൂടുതലായിരിക്കും. വിദേശ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് തോന്നൽ അവസാനമായി മനസ്സിൽ ഉദിക്കും. Pisces, റൊമാൻസ്. അനുരാഗ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സം ഇന്ന് നീങ്ങിക്കിട്ടും. ഇത് നിങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും നൽകും. നിങ്ങളുടെ ബന്ധത്തെ അർത്ഥപൂർണമാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയെ തിരയുകയായിരുന്നു നിങ്ങളെങ്കിൽ, അല്ല, ഒരു വ്യക്തിയുടെ മേൽ നിങ്ങൾക്ക് കണ്ണുണ്ടായിരുന്നു. അവരോട് നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഇന്നാണ് അതിനു പറ്റിയ ദിനം. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ഇന്ന് സഫലീകരിക്കും. Pisces, കരിയർ. നിങ്ങൾ കായിക രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ചില ഗുണങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇത് ഒരു സ്കോളർഷിപ്പിന്റെ രൂപത്തിലോ ഒരു പുതിയ ടീമിലുള്ള സ്ഥാനലബ്ധി വഴിയോ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളുടെ അംഗീകാരത്തിന്റെ രൂപത്തിൽ. ഈ അനുമോദനങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ തികഞ്ഞ സൗമ്യത്തോടെ സ്വീകരിക്കുക. Pisces, ഫൈനാൻസ്. ഒരു പുതിയ സംരംഭം തുടങ്ങുവാൻ ഇന്ന് നല്ല ദിനമാണ്. എന്നാൽ ഇന്ന് തുടങ്ങുന്ന സംരംഭങ്ങൾ ലാഭമുണ്ടാക്കുന്നത് വളരെ മെല്ലെയായിരിക്കും. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴി സ്ഥിരവും ശരിയായ ദിശയിലുമായിരിക്കും. എന്നാൽ വേഗത കുറവായിരിക്കും. നിങ്ങളുടെ വ്യാപാരത്തിന്റെ വളർച്ചയ്ക്കായി സമയവും പ്രയത്നവും നിക്ഷേപിക്കുവാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ഇന്ന് തുടക്കത്തിന് നല്ല ദിനമാണെന്ന് കരുതുന്നു. Pisces, ഹെൽത്ത്. ഊർജ്ജക്കുറവുണ്ടെന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉന്മേഷക്കുറവുണ്ടാക്കും. എന്തെങ്കിലും ക്രിയാത്മകമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ മാനസിക നിലവാരം ഉയർത്തുക. അത് ഉന്മേഷക്കുറവും കുറയ്ക്കും.
ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ സഹായിക്കും. അതേസമയം സ്വസ്ഥമായ മനസ്സ് നിങ്ങൾക്ക് മറ്റൊരു വിധത്തിലുള്ള സന്തോഷവും നൽകും.